ഗൃഹലക്ഷ്മി 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 ഗൃഹലക്ഷ്മി. Hello, good evening. Welcome to Malabar Golden Diamonds, Grihalakshmi, the best homemaker, powered by Oriental Group of Hotel Management. ആദ്യം തന്നെ പവനൊക്കെ പറഞ്ഞിട്ടാ ചേച്ചി പോയേട്ടോ. 2 പവന്റെ മാല ഫിക്സ്ഡ് ആണ്. അതൊക്കെ 1.5 പവൻ. ഞാൻ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയും പണിക്കൂലിയൊക്കെ കൂടി എത്ര പവൻ കിട്ടും. കൊച്ചിന് പറ്റില്ല, കൊച്ചിന് മാല കൊടുക്കാം. എന്ത് കണ്ടാലും ഒരു കുറ്റം പറയാൻ തോന്നിപ്പോകുന്ന ചിലരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ നമ്മുടെ ലൈഫിൽ കാണാറ്. നമ്മുടെ അവർ കാർ വാങ്ങിച്ച് കാറൊക്കെ കൊള്ളാൻ കഷ്ടം പറയും, പക്ഷേ അതിൻ്റെ സീറ്റ് ബെൽറ്റ് ശരിയല്ല, ടൈറ്റാണ്, ഇങ്ങനെ പറയും. ഞാൻ ആ ബ്രേസ്ലെറ്റിന് യോജിക്കുന്ന നോക്കിയിട്ടാ. സിന്ധുവിന് ഇഷ്ടപ്പെട്ടോ അത്? എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആരെന്ത് പറഞ്ഞാൽ എന്താ, എന്താണെങ്കിൽ ഉണ്ടാക്കാം, ചേച്ചിയുടെ ചോയ്സ്. വെറുതെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി ഈവൻ സ്കൂൾ കുട്ടികൾ കൂടെ ചെയ്യും അത് കാര്യങ്ങള്. ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, എനിക്ക് ഇങ്ങനെ ഒരു ടാസ്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ഉണ്ടാക്കുന്നത്. ഞാനും മുട്ടയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഒരു ഫുൾ മീൽ എന്ന് പറയുമ്പോൾ 15 മിനിറ്റിനകത്ത് ചിലപ്പോൾ എനിക്ക് വലുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ പലരും കൂടെ ഉണ്ടാക്കി കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു യെസ് ഇറ്റ് ഈസ് പോസിബിൾ. റെസിപ്പി ഗൃഹലക്ഷ്മി. Let's welcome our judges. ആദ്യമായി നമ്മുടെ പെർമനന്റ് ജഡ്ജ് ആൻഡ് മെന്റർ ആക്ട്രസ് മിസ്സസ് രഞ്ജിനി കുംഭാര. ആരൊക്കെ ഉണ്ട് കണ്ടസ്റ്റന്റ്? പറയൂല, അതൊക്കെ സമയമാകുമ്പോഴേ പറയുള്ളൂ. സർപ്രൈസ് സർപ്രൈസ്. എനിക്ക് കൊതി പറഞ്ഞു ഇന്ന് എല്ലാ ടാസ്കും കാണാനാ. ഇപ്പൊ ഉടനെ കാണണം. യെസ്. ബാക്കി 2 ജഡ്ജസിനെയും കൂടെ വെൽക്കം ചെയ്തിട്ട് ഉടനെ തന്നെ തുടങ്ങാം. ശരി ശരി. സോ നെക്സ്റ്റ് ജഡ്ജ് ഹാൻസം ആക്ടർ മിസ്റ്റർ കൃഷ്ണകുമാർ. ഇത്രയും നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ എപ്പോഴും നമ്മളും ആലോചിക്കും നമ്മുടെ വായിൽ നിന്ന് വരുന്നതും ഏറ്റവും നല്ല വാക്കുകളായിരിക്കണം എന്ന് എപ്പോഴും ആലോചിക്കും. കാരണം ഒരു വാക്കായിരിക്കും, പക്ഷെ ആ വാക്ക് മറ്റുള്ളവരിൽ എത്ര നന്മ ഉണ്ടാക്കുന്ന എത്ര വിഷമം ഉണ്ടാക്കുന്ന നമുക്കറിയില്ല. സോ പണ്ട് അച്ഛൻ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, ഓൾവേസ് ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ദർ ഇസ് എ 3 ഗേറ്റ് ടെസ്റ്റ്. അതായത് 3 വാതിലിലൂടെ കടന്നു പോകണം. ഈ 3 വാതിലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ പറയുന്ന വാക്കുകൾ ഇസ് ദർ ട്രൂത്ത്ഫുൾ, അതായത് അതിനകത്ത് സത്യസന്ധത ഉണ്ടോ. അത് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ രണ്ടാമത്തെ കാര്യമുണ്ട്, ഇസ് ഇറ്റ് നെസസറി, അതായത് ഇത് ആവശ്യമുണ്ടോ. അതും ഓക്കെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു വാക്കുണ്ട്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇസ് ഇറ്റ് കൈൻഡ്, അതായത് നമ്മൾ പറയാൻ പോകുന്ന വാക്കുകളിൽ അനുകമ്പയുണ്ടോ, ദയവുണ്ടോ. ഇത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാക്കുകൾ പറയാം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെറും വാക്കായിരിക്കാം, പക്ഷെ വാക്കിൽ വളരെയധികം വിലയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് പറയണം. അതുകൊണ്ട് ഇന്ന് വായിൽ വരുന്ന എല്ലാ വാക്കുകളും ഇങ്ങനെയുള്ള നല്ല വാക്കുകളാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. And our third judge, Dr. Geetanjali Nadarajan. രഞ്ജിനി പറഞ്ഞതുപോലെ വി ആർ ഓൾ വെരി എക്സൈറ്റഡ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ടാസ്കുകളൊക്കെ കണ്ട് നമ്മുടെ പ്രേക്ഷകരും അതുപോലെ ഹുക്ഡ് ആയിരിക്കും. ഇനിയുള്ള കണ്ടസ്റ്റൻസ് എങ്ങനെ പെർഫോം ചെയ്യാൻ പോകുന്നു. പ്രേക്ഷകരെല്ലാം കുറച്ച് കാര്യങ്ങളെങ്കിലും ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, കുറച്ച് മാറ്റങ്ങൾ ജീവിതത്തിൽ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Now let's welcome the first contestant of this episode, Sindhu Subhash from Chotanikara. ഹലോ സിന്ധു. ഹലോ. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അതെ അതെ. ചേട്ടൻ എന്താ പറയുന്നു? സുഖമായിരിക്കുന്നോ? അപ്പൊ ഇന്നത്തെ ടാസ്ക് എന്താന്ന് എനിക്കറിയില്ല. നമുക്ക് എന്നാലും ശാലിനിയോട് ചോദിച്ചാലോ? തീർച്ചയായും. ശാലിനി പറഞ്ഞു തരട്ടെ എന്താ ടാസ്ക്. അതെ. ഓക്കെ, എന്നിട്ട് കണ്ടിട്ട് തിരിച്ചു വരാം.